ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നേരെ പോണത് ഇഫ്കുട്ടിയുടെ ആനിവേഴ്സറിക്ക് ആട്ടോ. കുന്നൂസിനെ സെറ്റാക്കി നമ്മൾ നേരെ പോവാണ്. അപ്പോൾ കുറച്ച് സ്നാക്സും സംഭവങ്ങളും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുന്നൂസിൻ്റെ ഇടയ്ക്ക് ഇരുത്തണമെങ്കിൽ നമുക്ക് സ്നാക്സ് വേണം, പിന്നെ ഇഫ്കുട്ടിക്കും വിശന്നാലോ എന്ന് വിചാരിച്ചാട്ടോ വാങ്ങിച്ചത്. അങ്ങനെ വാങ്ങിച്ച് നമ്മൾ നേരെ പോവാട്ടോ. അപ്പോൾ പോണ വഴിയിൽ സ്കൂളിലല്ല പ്രോഗ്രാം നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു ഓഡിറ്റോറിയത്തിലോട്ട് പോണ വഴിയിൽ പാടവും ഇത് മഞ്ഞല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പോക്കെ എന്തോ വന്നിട്ട് മൊത്തത്തിൽ മഞ്ഞ് മൂടി പോലെ അവസ്ഥയിൽ കിടക്കണം കേട്ടോ. പിന്നെ ആ ഒരു കനാലിൽ താറാക്കളുണ്ടായിരുന്നു, കുറേ താറാവുണ്ടായിരുന്നു കേട്ടോ. ആ കനാലിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിലെത്തിട്ടോ. ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ആണ് ഫസ്റ്റ് എത്തിയത്. നമ്മളല്ല, വേറെ ആരൊക്കെയാണ് എത്തിയത്. നമ്മൾ ഇതപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 7:30 6:30 സ്റ്റാർട്ടാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ തുടങ്ങിയപ്പോൾ ഒരു 7:30 7:45 ആയിട്ടാണ് തീർന്നപ്പോൾ. അവരുടെ പ്രസംഗം പറയലും അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു 8:30 8:45 ആയപ്പോഴാണ് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ കുന്നൂസിനെ അടുക്കിയിരുത്താൻ വേണ്ടിയിട്ട് ലേസും അതുപോലെ തന്നെ ജംസൊക്കെ കൊടുത്തു. അങ്ങനെ ഒരു പാട്ടുകാരിയാണ് വന്നത്. പുള്ളിക്കാരത്തേക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. സിദ്റത്തുൽ മുൻതഹ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര് കേട്ടോ. നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു പാടിയത്. അങ്ങനെ ആളുടെ പാട്ടും സംഭവങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. പിന്നെ ഒരു ദേശീയഗാനം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തു കേട്ടോ, സ്കൂളിനെ കുറിച്ചിട്ടുള്ളത്. അത് കുറേ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഷൂട്ടാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ആ ഒരു വീഡിയോ കുറേ നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പാട്ടുകാരിയുടെ ഒരു ഒന്നല്ല കുറച്ച് പാട്ടുകൾ പാടി നമ്മൾ പറ്റാവുന്ന ഷൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടോ. അങ്ങനെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞ പാട്ടുകാരി പോവാണ്. അങ്ങനെ നമ്മൾ പോണത്തേക്ക് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് വീഡിയോ എടുത്തു. ഇഫ് കുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാരൻസിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ കൊടുത്തു.
അങ്ങനെ ദാ ഇഫക്കുട്ടിയുടെ ഡാൻസ് എത്തി കേട്ടോ. അപ്പോൾ ഇത് ഇഫക്കുട്ടി ഉണ്ട് ഈ ഒരു ഡാൻസിൽ. അപ്പോൾ ഇഫക്കുട്ടിയുടെ ഡാൻസ് നമുക്ക് കാണാം കേട്ടോ.
ഈ ഒരു ഒപ്പന കണ്ട് തീർന്നപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഫക്ക് വിശക്കുണ്ടായിരുന്നു, കുഞ്ഞൂസിന് വിശക്കുണ്ടായിരുന്നു, ഫുഡ് കൊടുക്കണം, പിന്നെ വീട്ടിലോട്ട് എത്തണം. ഭയങ്കര പാടായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.